दिल को करार आया, तुझ पे है प्यार आया, पहली पहली बार आया ओ यारा. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഷാനിയുടെ ബർത്ത്ഡേ ആണെന്ന്, പ്ലസ് നമ്മുടെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഇത് പത്തിരിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ പത്തിരിയൊക്കെ ഇങ്ങനെ ബോൾസ് ആക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പത്തിരിയാണ് എന്നും സ്പെഷ്യൽ എന്ന് അറിയത്തില്ല, ഇടയ്ക്ക് നമ്മൾ ദോശ ഉണ്ടാക്കും കേട്ടോ, കാരണം എപ്പോഴും പത്തിരി എന്നാൽ നമുക്കൊരു മടുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പത്തിരി പ്രസ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പത്തിരിക്ക് പിന്നെ എപ്പോഴും സ്പെഷ്യൽ കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി തന്നെ ആയിരിക്കും കേട്ടോ പത്തിരിക്ക് സ്പെഷ്യലായിട്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തലൊക്കെ കഴിഞ്ഞ് നമ്മളിതിങ്ങനെ പത്തിരി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മുടെ പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് പത്തിരിക്ക് നല്ല കോമ്പിനേഷനായിട്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കുക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നോമ്പ് തുറക്കുന്നൊക്കെ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ ഇത് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, പിന്നെ ഇത് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇത് സ്നാക്സ് ആയിട്ട് സമൂസ ഉണ്ട്. ബാഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാണ് കേട്ടോ. ഇനി ഞാൻ സമൂസ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കൊടുക്കാൻ നിസ്കാരക്ക് വേണം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യും. അപ്പൊ പറ്റുകയാണെങ്കിൽ ഇന്ന് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഇന്നലെ പോയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്കൂളൊക്കെ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നലെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സമൂസ. ഞാൻ ജ്യൂസ് സമൂസൊക്കെ ഒപ്പം കഴിക്കാം കേട്ടോ. ഇനി ഞാൻ മരുന്ന് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കാനായിട്ട് പോവാം കേട്ടോ. ഇപ്പം എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ അത് പത്തിരിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. പിന്നെ അത് ചായ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പത്തിരി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഷാനുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കേക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേക്ക് കാണാൻ. പിന്നെ ഷാനുണ്ട് കേട്ടോ അവിടെ. അവന് ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിക്കായിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പെട്ടെന്ന് കഴിക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് കേക്ക് നോക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ അവർ നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ആ കവർക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യുന്ന കാണാം. നോമ്പൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ചായ ഒക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഡിൻ്റെ കേക്ക് കണ്ടോ. അവൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല കിഡിലെ കേക്കാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഷാനിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഷാനിന്റെ ഡ്രസ്സ്. ഷാന ഒന്ന് കാണിച്ച. അപ്പൊ ഇതാട്ടോ അവന്റെ ഡ്രസ്സ്. നിൽക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മൾ എന്റെ കേക്ക് വാങ്ങില്ല, ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എന്റെ ഡ്രസ്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇട്ട ഡ്രസ്സാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷാനിന്റെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷാനിന്റെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇറച്ചി വെട്ടി പൊരിക്കുന്നവരാണോ കേക്ക് പൊരിക്കുന്നത്? കടയിലാണെന്ന് പറഞ്ഞു.
എന്റെ കേക്ക് വാങ്ങി അതേ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ലുസ്ര സിസ്റ്റേഴ്സിന്റെ തന്നെ അടുത്ത് നിന്ന് തന്നെ കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ കേക്ക്. ഗൈസ് അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ഇത് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ ഇത് എന്റെ സിസ്റ്റർ കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ഇതെന്റെ ഉമ്മ കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗിഫ്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ. ഗൈസ് അപ്പൊ ഇതാണ് എന്റെ ഉമ്മ കൊടുത്ത ഗിഫ്റ്റ്. ഒരു വാച്ചാണ് കേട്ടോ. പിന്നെ ഇത് ഒരു റിംഗ് ഉണ്ട്. നല്ല ഭംഗിയുടെ ഷാനിന്റെ കയ്യിലോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. ഗൈസ് അപ്പൊ ഷാനിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താന്ന് നിങ്ങക്ക് കണ്ടേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് അപ്പൊ ഇതാണ് എനിക്ക്. ഗൈസ് അപ്പൊ ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. നല്ല ഭംഗിയുള്ള ഷൂസ് ആട്ടോ. സിസ്റ്റർ കൊടുത്ത ഗിഫ്റ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സിസ്റ്റർ കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇതെന്താ വണ്ടിയാ വണ്ടി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഷോർട്സിലൊക്കെ എപ്പോഴും വരുന്ന കേട്ടോ. അപ്പൊ ഷാനിന് നല്ല ആഗ്രഹം ഉണ്ടായത്. അപ്പൊ ഷാനിന് നല്ല സന്തോഷമായി. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അപ്പൊ ഇനി ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകണ്ടോ. ഈ ഡ്രസ്സ് എന്റെ ഉപ്പച്ചി കൊടുത്താട്ടോ. ഈ ഡ്രസ്സ് എന്റെ ഉപ്പച്ചിന്റെ ഭാഗമാണ്. ഗായ്സ് അപ്പൊ നമ്മുടെ ഷാനിനി ബോള് കളിക്കാൻ പോവാണ്. പ്ലാസ്റ്റിക്കോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ടെഡ്ഡി ബിയറിനുണ്ട് കഴിക്കുന്നത്. അതിന്റെ ചെവി മാത്രം കഴിച്ചിട്ടാ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ ടോയ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ കൊടുത്ത ആ ലോറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവർക്ക് കേക്കും നമ്മുടെ സ്വീറ്റ്സൊക്കെ കൊടുക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു മാം ഉണ്ടായിരുന്നു. അപ്പോൾ മാമാൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, എൻ്റെ കസിൻസ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് ചെറിയ ക്ലിപ്പൊക്കെ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. ഇതാട്ടോ ഞാൻ അടുത്ത ക്ലിപ്പ്. അപ്പോൾ ഇത് എൻ്റെ കസിനാണ്. അപ്പോൾ അവളുടെ പേര് ഞാൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് 4 വയസ്സാണ്. അപ്പോൾ ഇപ്രാവശ്യം അവളെ സ്കൂളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടാട്ടോ. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുത്തതായിരുന്നു. പിന്നെ അവളുടെ സിസ്റ്ററാണ് കേട്ടോ ഇത്. എൻ്റെ കൂടെ എപ്പോഴും ഡാൻസിന് ഉണ്ടാവാറില്ലേ, അവളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ എടുത്തിട്ട്, വേറെ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ അതൊക്കെ ഫോട്ടോസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു കിടലും വീഡിയോ ഇട്ടാൽ ബൈ.